കണ്ണൂരിൽ നിന്ന് എത്ര സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്? യാത്രക്കാരുടെ പ്രതികരണം ഏത് രീതിയിലാണ് അവിടെ നിന്ന് വരുന്നത്? ലക്ഷ്മി പത്മ, ഏതായാലും കണ്ണൂരിൽ നിന്ന് 12 വിമാന സർവീസുകൾ, കണ്ണൂരിൽ നിന്നും തിരിച്ചും കണ്ണൂരിലേക്കുമുള്ള 12 സർവീസുകളാണ് റദ്ദാക്കിയതായി നിലവിൽ വിവരമുള്ളത്. അത് ഒരുപക്ഷെ റീഷെഡ്യൂളിംഗ് എന്നതിലേക്ക് പോകും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. രാവിലെ അബുദാബിയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കിയത് ആളുകൾക്ക്, അവിടെ എത്തിയ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ എയർപോർട്ട് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് വിമാന കമ്പനികളാണ് കൃത്യമായ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു മറുപടിയാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എയർ ഇന്ത്യയുടെ 8 വിമാന സർവീസുകൾ കണ്ണൂരിൽ നിന്നും കണ്ണൂരിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം 4 ഇൻഡിഗോ സർവീസുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. അബുദാബി, മസ്കറ്റ്, ദോഹ, ഷാർജ, ദുബായ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. ഇതിൽ ചിലത് റീഷെഡ്യൂൾ ചെയ്യും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 2:30 പുറപ്പെടേണ്ടുന്ന ഇൻഡിഗോ വിമാനം ഉൾപ്പെടെ റീഷെഡ്യൂൾ ചെയ്തേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വലിയ പ്രതിസന്ധിയായി യാത്രക്കാർ പറയുന്നത് അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സമാനമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കരിപ്പൂർ വിമാനത്താവളത്തിലും നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. കരിപ്പൂരിൽ നിന്ന് 10 വിമാന സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിൽ ഒരുപക്ഷെ വിമാന കമ്പനികളുടെ തീരുമാനമനുസരിച്ച് റീഷെഡ്യൂളിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ 8:15 ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഫ്ലൈ ദുബായിയുടെ വിമാനം റദ്ദാക്കിയിരുന്നു. ഒപ്പം 8:50 പുറപ്പെടേണ്ടിയിരുന്ന ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ്, 9:10 ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇനി 2:40 ദുബായിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്, 2:50 റാസൽ ഖൈമയിലേക്കുള്ള എയർ ഇന്ത്യ, ഒപ്പം തന്നെ രാത്രി 8:25 റിയാദിലേക്ക് യാത്ര തിരിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, 8:50 ദമാമിലേക്കുള്ള എയർ ഇന്ത്യ. ഇത്രയും സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കണ്ണൂരിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്പനികൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ 2:30 വിമാനം ഉൾപ്പെടെ റീഷെഡ്യൂൾ ചെയ്തേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിമാന കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും പറഞ്ഞതുപോലെ ഈ 2 വിമാനത്താവളങ്ങളിലും അനുഭവിക്കുന്നുണ്ട് യാത്രക്കാർ എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്.